ആർപ്പോ റോ റോ റോ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. യെസ്, ആ ഒരു ആർപ്പോ വിളി അത് നമ്മുടെ ഓളത്തിന് വേണ്ടിയാണ്. അത്ര മാത്രം വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു വാച്ചാണിത്. ഒരു എന്താ പറയുക, ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഞാനിത് എങ്ങനെ കയ്യിൽ കിട്ടും, എന്താണ് ചെയ്യുക എന്നുള്ളത് ഒരു രക്ഷയില്ലാതിരിക്കുകയായിരുന്നു. കുറേ വർഷമായി, എനിക്ക് വന്ന് 2 വർഷത്തിന് മേലെയായി തോന്നുന്നു ഈ ഒരു ഓളത്തിന് വേണ്ടിയുള്ള വെയിറ്റിങ്. പലരോടും ചോദിച്ചു, എന്തായാലും സാധനം കിട്ടി. ടൈം ഗ്രാഫേഴ്സ് ഇറക്കിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഓളം. ഈ ക്ലബിൽ ഞാനൊരു മെമ്പറാണ്. ബൈ ചാൻസ് എനിക്കിത് കിട്ടിയില്ല. ഞാനിത് റിലീസാവുന്ന നേരത്തെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് അത് കയ്യിൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. അത് കിട്ടി, അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും എന്തെന്നാ പറയുക, വല്ലാത്തൊരു മൂഡില്ല. ഈ സാധനം ഞാൻ തുറന്ന് കണ്ടിട്ടില്ല, അതിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. ഞാൻ മാത്രമല്ല കേട്ടോ അത്ര എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ഭാര്യ ക്യാമറ പിടിച്ചിട്ട് ഇതേ ബാക്കിലിരിക്കുന്നുണ്ട്. കുട്ടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ്. മോമു ഇത് വന്ന വശം തുറന്നിട്ട് ഇത് കാണാൻ എവിടെ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ തുറന്നപ്പോൾ ഇത് കവർ ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ തുറന്നിട്ടില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം ഒരുമിച്ച് തുറക്കാം, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാമല്ലോ, ആ ഒരു രീതിക്ക്. ഇനി ഞാൻ ഒത്തിരി സംസാരിക്കാം, നമുക്കിത് വേഗം തുറക്കാം, എനിക്കിത് വേഗം തുറന്ന് കാണണം എന്നുള്ളൊരു ആകാംക്ഷയിലിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പാക്കിങ് വരുന്നത്. എ ബ്യൂട്ടിഫുൾ സ്റ്റാൻഡേർഡ് ക്ലാസിക് ടൈപ്പ് ഓഫ് വുഡൻ ബോക്സ്. ഒരു വുഡൻ ബോക്സിലാണ് ഓളം വരുന്നത്. ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുള്ള നമ്മുടെ വള്ളംകളിയിൽ ചുണ്ടൻ വെള്ളം അങ്ങോട്ട് ഫുൾ പവറിൽ നിൽക്കുക. ആ പങ്കായം എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇവിടെ നമുക്ക് കാണാം ഒരു മെറ്റൽ ടൈപ്പ് ലോക്ക് ഉണ്ട്. അതും ഒരു ട്രഡീഷണൽ, അതായത് ഒരു കേരള ടച്ച്, ഇന്ത്യൻ ടച്ച് അല്ല ഇതിൽ വരുന്നത്. ഇതൊരു കേരള ടച്ചിൽ നമ്മുടെ ഒരു നാടൻ പണ്ടത്തെ ഒരു എന്താ പറയുക, ആഭരണപ്പെട്ടിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ലോക്ക് ടൈപ്പ് സിസ്റ്റം. ഇവിടെ തന്നെ ഒരു ചെറിയ വിയാവരി പോലെ ഒരു സാധനം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഹെക്സഗണൽ ബോക്സ്, വുഡൻ ബോക്സ്. പ്രസൻറ്റേഷൻ വൈസ് ഇറ്റ്സ് പെർഫെക്റ്റ്. ഞാൻ ഇത്ര പെർഫെക്ഷൻ ഈ ബോക്സിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ഇത്ര ഒരു ക്ലാസിക് ലുക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലെല്ലാം ഇവർ 5 out of 5 തന്നെ മേടിച്ചു, അങ്ങനെ പറയാം. ഓക്കെ, ഇനി നമ്മൾ തന്നെ ഈ ക്ലാസ്പ് ഒന്നല്ല, ഈ ഒരു ലോക്ക് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. സാധനം തുറന്നു ഗായ്സ്. ഇതേനെ ഇവിടെ ഒരു ലീഫ്ലെറ്റെന്നോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിന്നോ ഡീറ്റെയിലിംഗെന്നോ പറയാം. അതായിട്ടൊരു ലീഫ്ലെറ്റ് ഇതിലിരിക്കുന്നു. ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്, എന്താണ് ആർപ്പോ വള്ളംകളി, പിന്നെ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ്. ഇതാരൊക്കെയാണുള്ളത്: സോഹൻ, നിഷാദ്, ദിലീപ്, അനീഷ്. ഈ 4 എന്താ പറയുക ജെംസ്, അതായത് 4 മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഓളം വാച്ച്. ഇവരെ 4 ആളെ ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. ഇതിൽ ഷോഹൻ ആൻഡ് ദിലീപ്, ഈ 2 ആൾക്കാരിൽ നിന്നാണ് എനിക്ക് ഓളം വാച്ച് കൈപ്പറ്റാനും പറ്റിയത്. അതിൽ പുറമെ രഘുബായ് ആണ് എനിക്കിത് എൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത്. ആളുടെ റെഫറൻസ് ത്രൂ ആണ് എനിക്കിത് കിട്ടിയത് ഇപ്പം. അപ്പോൾ ആൾക്ക് ഒത്തിരി താങ്ക്സ്. പിന്നെ ഇതിൻ്റെ മെയിൻ ശില്പികളുടെ കയ്യിൽ നിന്നും, ഈ കാണുന്ന 4 ആൾക്കാരാണ് ഇതിൻ്റെ മെയിൻ ശില്പി. ഇതിൽ 2 പേര് കൂടെ അവർ കയ്യിൽ നിന്ന് തന്നെ ഇത് മേടിക്കാനും കൈപ്പറ്റാനും പറ്റിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. അതിന് പുറമെ ഇത് കാണാനിരിക്കുന്ന ഒരു വെയിറ്റിങ്ങിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും. അപ്പോൾ തന്നെ ഈ ലീഫ്ലെറ്റ് നമ്മളിവിടെ സൈഡ് വെച്ചു. അതുപോലെ ഇത് ഓപ്പൺ ആക്കി. മോമോ എടുക്കല്ലേ, സാധനം എന്ത് ചെയ്തെന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഇങ്ങനെ ഒരു ബബിൾ റാപ്പിലാണ് ഇവരിത് വെച്ചിട്ടുള്ളത്. ഒരു ബബിൾ റാപ്പിൽ ഫുൾ സേഫായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ദാറ്റ്സ് ഫൈൻ. ഒരു വലിയ ട്രാവലിങ്ങും ട്രാൻസ്പോർട്ടേഷനൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ അതിൻ്റേതായ രീതിയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. എൻ്റെ അമ്മേ, ഇത് തുറക്കുമ്പോൾ ഒരു ഫീല്. ഇത് ശരിക്കും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാച്ചാണ് കേട്ടോ. കളക്ഷനിൽ വെക്കാനെന്നോ അതിൽ പുറമേ ഇതെനിക്ക് കയ്യിൽ കെട്ടാനായിട്ട് ഭയങ്കര വെയിറ്റ്. യോ മാൻ, സൂപ്പർ കൂൾ ലുക്ക്. എൻ്റെ അമ്മോ, അങ്ങനെ എൻ്റെ കയ്യിൽ ഓളായി, എൻ്റെ കയ്യിലും ഓളമായി ഗായ്സ്. എന്താ എൻ്റെ ലുക്ക്, സ്റ്റാൻഡേർഡ്, ക്ലാസിക്, സ്റ്റൈലിഷ്, എലഗൻറ്റ്, എന്തെന്നൊക്കെയാണ് ഞാൻ പറയണേ, എന്തെന്നോ പറയാല്ല. സൂപ്പർ. എൻ്റെ അമ്മോ, ഇതിങ്ങനെ ഒരു പില്ലോയിൽ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രോപ്പർ രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഇരിക്കുന്നു.
ദെൻ ഇത് ഞാൻ ഈ പില്ലോന്ന് എടുത്ത് മാറ്റി. സോ ദി വാച്ച് ഈസ് ഹിയർ. സോ ഇതാണ് സാധനം, കണ്ട. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഇതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ ഇതിൻ്റെ 400 പീസാണ് ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പീസ് 267. യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പർ 267 ഓളം. സോ ദിസ് ഈസ് മൈ വൺ ഓഫ് ഫേവറേറ്റ് വാച്ചും എൻ്റെ കളക്ഷനിലത്തെ ബെസ്റ്റ് വാച്ചും ആവും. ഇത് എക്സൈറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഒരു പ്രൗഡ് മൂമെൻ്റ് എന്ന് പറയാം. നമുക്കിത് കയ്യിൽ വെക്കാനും ഇത് കളക്ട് ചെയ്യാനും പറ്റിയവർ, അതിന് ദൈവം അനുഗ്രഹിച്ചു. വലിയ വാച്ചൊന്നുമല്ല, ബട്ട് ഈ ഒരു റെയർ പീസുകളിൽ എൻ്റെ കളക്ഷനിലെ ലിമിറ്റഡ് എഡിഷനിലെ ഫസ്റ്റ് വാച്ച്. അതായത് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഈ 400, 1000, 10000 അങ്ങനെ പീസുകൾ ഇറക്കുന്ന വാച്ചുകൾ ലിമിറ്റഡ് എഡിഷനിലെ ഫസ്റ്റ് ലിമിറ്റഡ് എഡിഷൻ വാച്ച്. അത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഓളം, ടൈം ഗ്രാഫേഴ്സിൻ്റെ സ്വന്തം ഓളം തന്നെ കിട്ടി. ടൈം ഗ്രാഫേഴ്സിൻ്റെ സെക്കൻഡ് വാച്ചാണിത്. ആദ്യത്തെ വാച്ച് നാഴിക എന്ന് പറഞ്ഞിട്ടുള്ള വാച്ചായിരുന്നു. അതിന് ശേഷം ഇറക്കിയിട്ടുള്ള വാച്ചാണ് ഓളം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ടൈം ഗ്രാഫേഴ്സിൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റും അതിൻ്റെ താഴെയായിട്ട്. പിന്നെ അതിൻ്റെ താഴെ 6 o'clock ഇതിന് ഡേറ്റ് ഉണ്ട്. പിന്നെ ക്രോണോഗ്രാഫ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറയാം. ഇത് എക്സൈറ്റ്മെൻറ്റിൽ ഓപ്പൺ ചെയ്യാനും ഇത് വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് എക്സൈറ്റ്മെൻറ്റ് വീഡിയോ ഫോർ മൈ ഓൺ ഓളം. ദിസ് ഈസ് മൈ ഓളം. ഓക്കെ, അങ്ങനെ ഒത്തിരി ഇനി വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.